to another video of Ashi Alzheimer's Vlog. ഹായ് ഓൾ. അപ്പം ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ തന്നെ ഈദ് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഫതുവിന് മാത്രം എടുക്കാനാണ് പ്ലാന്. ഇനി പോയാൽ ഞങ്ങൾക്ക് കൂടി നല്ല കണ്ടാൽ ഞങ്ങളും കൂടി എടുക്കും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതും കാര്യങ്ങളും ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്തോ പെരുന്നാൾക്ക് കുറച്ച് നേരത്തെ എടുക്കണ തന്നെയാണ് നല്ലത്. അപ്പം നിങ്ങൾ ഡ്രസ്സ് എടുത്തോ ഇല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഇതാ അവിടെ മാമ റെഡി ആവണില്ലേ? റെഡി ആവട്ടെ, റെഡി ആവ്, പോവാ, ലേറ്റ് ആക്കണ്ട. ഞാൻ ഇപ്പൊ കൊയങ്ങി നിക്കാണ്. ഇനി കുളിച്ചിട്ടൊക്കെ പോയാൽ മതി. അപ്പൊ പെരുന്നാൾ ഡ്രസ്സ് ഗൈസ്, പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി കളിട്ട് ഞങ്ങള്. ഞാൻ ലാസ്റ്റ് 10 നിക്കണ്ട. ഇല്ല, നമ്മളത് 10 ആയിട്ടില്ലല്ലോ. ഇല്ലല്ലേ? അപ്പൊ ഞങ്ങള് ഇറങ്ങല്ല അമ്മ, റെഡി ആവ്. അപ്പൊ പെരുന്നാൾ ഡ്രസ്സൊക്കെ നേരത്തെ നമ്മളൊക്കെ ശരിക്കും നമ്മള് നേരത്തെ എടുക്കില്ലേ പെരുന്നാൾ ഡ്രസ്സൊക്കെ? ഇപ്രാവശ്യം നമ്മള് പറഞ്ഞാതിരിക്കാനൊക്കെ കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ മാക്സിമം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ചെയ്ത് പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുക്കുക. അതെ അതെ, ഞങ്ങൾ ഡ്രസ്സ് എന്താ സുഖം മാമാന്റെ മടിയിലൊക്കെ കടന്ന്. ഇപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ മോഡൽ എന്നാ ഞാനും കിടക്കട്ടെ, അതിന് കിട്ടൂല. അപ്പൊ ഞങ്ങളിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോണേ, എങ്ങനെയാവുന്നൊന്നും അറിയില്ല, ലേറ്റ് ആയിക്കണ്. അപ്പം റെഡി ആവട്ടോ. റെഡി ആയിട്ട് ഞങ്ങള് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഇതിന്റെ മോനെ കൊണ്ടുപോയി, വരുന്നാൾ കൊണ്ടുപോയി, ഇജ്ജ് കൊണ്ടുപോയി. പാട്ട് യെസ്, ഒരു പൂന്തോട്ടം തന്നെ വന്നിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ എത്തിയിട്ടോ. മഞ്ചേരിയാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. ഫദ്ലുവിന് നോക്കുന്ന സമയത്ത് ആഷിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആഷി ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്. ആഷിൻ്റെ കൂടെ ഞാനും നോക്കുന്നുണ്ട്. ആഷിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് പുറത്തായി. അതിലവിടെ ഇങ്ങനെ കരുത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ചെക്കൻ എടുക്കാൻ വന്നതാണ് ഞങ്ങൾ. പക്ഷേ ഹോം പോസ്റ്റായി ഞങ്ങൾ ആക്കി എടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്കുള്ള ഡ്രസ്സ് ഫസ്റ്റത്തെ അരമണിക്കൂറിൽ തന്നെ കിട്ടിയിട്ടോ. പക്ഷേ എൻ്റെ മക്കളെ ആശി പോസ്റ്റാക്കല് അങ്ങനെ എടുത്തതിൻ്റെ പകുതിക്ക് ഇട്ടിട്ട് നേരെ ഞങ്ങൾ നോമ്പ് ഇറക്കാൻ പോയിട്ടോ. ഇവിടുത്തെ ഷോപ്പൊക്കെ ക്ലോസ് ആക്കാൻ പോവാണ്. ആശിക്ക് ഡ്രസ്സ് എടുത്തിട്ട് കൊയങ്ങി മാമ. ഞങ്ങള് ആശി ഡ്രസ്സ് എടുത്ത് നോമ്പ് തുറക്കാൻ ലേറ്റായി. എന്താ അതില് 4 മണിക്ക് തുടങ്ങിയതാണ് ചെക്കന്. ഇപ്പോഴും എന്താ അവിടെ ഞങ്ങള് ഡ്രസ്സ് കയ്യിലെടുത്തിട്ടില്ല. അവിടെ എന്തൊക്കെ ഷേപ്പ് ആക്കാനും ഞങ്ങൾ ഓടി വന്നൊക്കെയുണ്ട്. അവിടുത്തെ സ്റ്റാഫിന് നോമ്പ് തുറക്കണം, എല്ലാവർക്കും നോമ്പ് തുറക്കണം. അപ്പൊ ഞങ്ങള് ലേറ്റ് ആയിട്ട് നോക്ക്, ഇവിടത്തെ തിരക്കൊക്കെ നോക്ക്. എല്ലായിടത്തും നോമ്പായിട്ട് ഫുൾ തിരക്കാണ്. ഞങ്ങൾ എവിടെയെങ്കിലും തുറക്കാൻ പോവാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കലൊന്നും സംഭവം എന്താ പറയാ, ഫതിലൂന് എടുക്കാൻ വന്നാണ് ഞങ്ങള്. 40 അപ്പൊ ഞങ്ങള് നോമ്പ് തുറക്കണ് ഗൈസ്. ഫതിലൂന് എടുക്കാൻ വന്നാണ്. പക്ഷെ ഞാൻ എടുത്തു, ആശി എടുത്ത് ഞാൻ എടുത്ത ഫതിലൂനല്ലേ ആന്ന്. ഫതിലൂന് എടുക്കാൻ നിന്ന് ഇതേനു. അത് നോമ്പ് പറഞ്ഞിട്ട് എല്ലാം തുറക്കും. നമ്മളെന്നാ കഴിച്ചാലോ. അപ്പൊ ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാല് ബാങ്ക് കൊടുത്തല്ലേ കൺഫേം നോമ്പൊക്കെ തുറന്നിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോട്ടലിൽ നിർത്തിയതാണ് കേട്ടോ. നോമ്പൊക്കെ തലേ കയറി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുള്ളൂ. വിശന്നിട്ട് ഫ്രൂട്ട്സ് തുറക്കാനും കിട്ടണില്ല. പൊട്ടിക്കാൻ പാടുപെടുന്ന ചിക്കൻ റോള് തിന്നണം. അപ്പൊ അതിലോ പൊട്ടിക്കാനൊന്നും കണ്ണ് കണ്ടില്ല. ഒടുവിൽ ഫ്രൂട്ട്സ് തുറന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിന് 100 റുപ്യാണ്. 100 റുപ്യക്ക് വെറുത്താണോ ആണ്. നിങ്ങളുടെ സിറ്റുവേഷനിൽ 100 റുപ്യ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു സാധനം.
അതല്ലോ ഇനിയാണ് പുരം കൊടിയേറുന്നത്. മാമാന്റെ പർച്ചേസിങ് ആയി മക്കളെ. ഇനി സുബൈക്കല്ല, നാളെ ആയാലും കഴിയൂല. ഇവിടെ ഇരുന്നോ. ഇതൊക്കെ വലിച്ചിട്ടിട്ട് ഫസ്റ്റ് നോക്കിയ സാധനം തന്നെ എടുക്കും. അതാണ് നമ്മളെ അമ്മമാരൊക്കെ പ്രത്യേകത. അങ്ങനെ മാമാൻ്റെ ഡ്രസ്സ് എടുക്കൽ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് ഞങ്ങളിവിടെ പാമ്പും കൂടിയും കളിക്കുകയാണ് കേട്ടോ. സ്നേക്ക് ആൻഡ് ലാഡർ. ആശയ അവിടെ ഫോണിലുണ്ട്. കട്ട പോസ്റ്റാണ്. മാമ അവിടെ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒന്നും കണ്ട. ഓ പെരുന്നാൾ ഡ്രസ്സ് കണ്ടു. യെസ് ഫതിലു നോക്കട്ടെ. മാമാക്ക് എടുത്തോ? അൽഹംദുലില്ലാ. മാമാക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കിട്ടിട്ടോ. മാമ അത്ഭുതപ്പെട്ടില്ലേ? ഇന്ന് ആകെ 2 എടുത്തിട്ടുള്ളു. 2 കിട്ടി. യെസ് താങ്ക് യു. എടുക്കല്ലേ? എന്നാ ബില്ലെടുത്തിട്ട് പോടാ. അടുത്ത സ്മൂച്ചോയിലെത്തി ഗായ്സ്. ഇവർക്ക് ഡെസേർട്ട് തിന്നാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും മാമയും ഡയറ്റിലാണ് ഗായ്സ്. ഞാനും മാമയും ഷുഗർ കട്ടാണ്. പക്ഷെ ഇപ്പൊ കാണാം ഷുഗർ കട്ടാണോ അത് മാമാനെ കാണും. ഞാന് ഇവരിങ്ങനത്തേലൊക്കെ കേറുമ്പോ എനിക്ക് പൂതിയാവുക. എടാ ഡയറ്റ്സ് ഉണ്ടോ? ഞാൻ പോയോക്കട്ടെ. എന്തല്ലോ നോക്കട്ടെ. കണ്ടോ, ചതിച്ചു മാമ, ചതിച്ചു. ഒരു ദിവസം നിന്നിട്ട് എന്നാ പിന്നെന്താ, പെരയില് ന്യൂട്ടെല്ലാം വാങ്ങിട്ടെന്നെ എനിക്ക് പുതിയ. എന്താടാ എനിക്ക് വേണ്ടെന്ന് പറയുന്നു. ഉറപ്പായിട്ടോ എന്നോട് ചോദിക്കണോക്ക്. ഒരു സ്നേഹമില്ലാതെ മാമിന്റെ ഗ്യാങ് ഒന്ന് പുറത്തായിട്ടോ. ഇന്നത്തോടെ പുറത്തായിക്കണു. ഇനി മാമ ഷുഗർ ഫ്രീ എന്ന് പറയാൻ പാടില്ല. ഞാൻ ആ പെരയില് ന്യൂട്ടെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ തിന്നണില്ല. ഇന്നലെ അങ്ങനെ എന്റെ കൈ ഇങ്ങനെ വിറച്ചു. ന്യൂട്ടെല്ലേക്ക് വേണ്ടിട്ട് ഒരു ബ്രെഡിൽ കൂട്ടി തിന്നാ വിചാരിച്ചു. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. സ്നേഹം നോക്കുമ്പോ വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞ വേണ്ട. ഡയറ്റാ. ഞാൻ 1 മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. എന്തൊക്കെ ചേഞ്ച് വരുന്നു നോക്കാനാണ്. റമദാൻ മാസം കഴിഞ്ഞുട്ടോ. ഒരു മാസം കഴിയുമ്പോ തടി പിന്നെ മാത്രം തിന്നാത്ത പോകും. ഇല്ല വേണ്ട. എന്തതിന് പറയാ, ഡെഡിക്കേഷൻ. അപ്പൊ ഇനി ഫതിലിനും കൂടി ഞങ്ങള് ഡ്രസ്സ് അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോ അവിടെ പോയി സെറ്റ് ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു പേടിച്ചിട്ടുണ്ടാവും ഞങ്ങളെ കാണായിട്ട്. ബില്ലൊക്കെ അടിച്ചു വെച്ചിക്കണ്. ഇനി ഫതിലിന്റെ ഡ്രസ്സും കൂടി എടുക്കാണ്ട് കേട്ടോ. ഇന്ന് കഴിയുമോന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫതിലൂന് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നുണ്ട്. ഫതിലൂന് ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇന്നൊരു കാര്യം മനസ്സിലായി, നോമ്പ് തുറന്നതിന് ശേഷമാണ് എല്ലാ ആൾക്കാരും ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങണത് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പം എല്ലാവരും അതിനനുസരിച്ച് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങാൻ നോക്കും. ഫതിലൂന് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെല്ലാം പുറത്തു വിടുകയാണ്. ഇതൊന്നല്ല കേട്ടോ, ഇഷ്ടം പോലെ സംഭവങ്ങൾ വരാനുണ്ട്. ഫതിലൂന് ഡ്രസ്സ് കിട്ടി. ഇതൊന്നല്ലല്ലോ, കൊറേ ഡ്രസ്സ് എടുക്കണില്ലേ. കൊണ്ടുപോയി ഫതിലൂന് ഒടുവിൽ വാങ്ങി ഗൈസ്. എല്ലാം വളരെ പെട്ടെന്നാണല്ലോ. ഫതിലു എന്ത് പറ്റിന്ന്? എന്ത് വേഗം കഴിഞ്ഞല്ലേ? എന്നാ ആശു മാത്രം കുറച്ച് പോസ്റ്റ് ആക്കിയത്. ഫതിലൂനും ഡ്രസ്സ് എടുത്ത്
ആശിന്റെ ഡ്രസ് എന്തായാവോ കുട്ടികളെ ഷോപ്പിലാട്ടോ കൂടുതൽ തിരക്ക്. എല്ലാരും പോയിക്കോളി ഗൈസ്, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കാലുത്താൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ എനിക്കും ആശിക്ക് കൊടുത്ത ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തീന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നേരത്തെ കണ്ട ഷോപ്പേ അല്ല. നോമ്പ് തുറന്നതിന് ശേഷം ഇവിടെയും ഇഷ്ടംപോലെ ചെക്കന്മാർ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് തിരക്ക് കൂടുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. ഏകദേശം ഞങ്ങളതും കൂടി പർച്ചേസ് ചെയ്തു. ഹാപ്പി ഹാപ്പി അതിലോ സ്ഥലമല്ല, ഇരിക്കാൻ സ്ഥലമല്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ പോകണം കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെ കഴിച്ച ഫ്രൂട്ട്സിലിരിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ക്ഷീണാണ്. കുറച്ച് ഫ്രൂട്ട്സിലിരിക്കാണ്. അതെ, 2 ചിക്കൻ റോള്, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ പച്ചവെള്ളം. പിന്നെ ഒരു ഡെസേർട്ട് കഴിച്ചിക്കണേ. അത് ഞാൻ പറഞ്ഞു. സ്മൂച്ചോ നിങ്ങൾ കഴിച്ചിക്കണില്ലേ? പക്ഷേ ഷുഗർ കഴിച്ചാല് പെട്ടെന്ന് എന്താ പറയാ പൈപ്പ് മാറും. അതറിയില്ലല്ലേ? ചില്ലി സോഡയില് തിരക്കൊക്കെ കണ്ടില്ല. ഇപ്പൊ എല്ലാരും ഇതല്ലേ ഫുൾ ജാർ സോഡ നിങ്ങൾ കുടിക്കലുണ്ടോ? കമന്റ് ചെയ്യട്ടോ. ഞാൻ ഫുൾ ജാർ സോഡയിലുണ്ട് കുടിച്ചുമ്പോ. അല്ലാത്ത ദിവസം നടത്തിക്കൂടെ? അതാണ് ഞങ്ങളെ ചോദ്യം. നോമ്പ് നോറ്റ് ഫുഡും കഴിച്ചു പോയിട്ട് വയറ്റിന്റെ ഉള്ളിൽ അതെ അതെ നോമ്പിന് തിന്നാനാണോ അതേപോലെ ഡ്രസ് എടുക്കാനാണോ നോമ്പ്? പറയും നിങ്ങൾ പറയും. അതൊക്കെ നമ്മൾ ഉണ്ടാക്കണ ഓരോ ഇതാണ്. ഈ പറയണേ നാളെ ഞങ്ങളെ നോമ്പ് കുറച്ച് എണ്ണക്കടികൾ കാര്യം. അപ്പൊ ഞാൻ അടുത്ത പരിപാടി എന്തേലും കഴിക്കണം. അപ്പൊ നമ്മളെ നാട്ടിലെത്തിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് അടിപൊളി ഹോട്ടലുണ്ട്. 12 മണിയായി ഞങ്ങള് ഫുഡ് കഴിക്കുമ്പോ. 12:30 അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ 12:30 മണി ആയിക്കണുണ്ട് ഗൈസ്. അപ്പം ഒരുപാട് ലേറ്റായി. വിശന്നിട്ട് ഒരു വൈക്ക് കഴിക്കണം. അതിലോ വിശന്ന് സീനായില്ലേ? ഹോട്ടലിൽ തിരഞ്ഞ് ലാസ്റ്റ് കിട്ടി ഒരു ഷവായും മന്തിയും കുബൂസും. എങ്ങനെയുണ്ട് അമ്മ? ക്ഷീണിച്ചോ? ഞങ്ങള് ജസ്റ്റ് ലാമിന്റെ പെരേക്ക് ഒന്ന് കേറി കേട്ടോ. അവിടെ റോഡ് പണിയും ഫുള്ള് ലോക്ക് എന്നൊക്കെ പറഞ്ഞ വിശന്നിട്ടേ. പിന്നെ നിങ്ങളാ മധുരക നിന്നില്ലേ? അതെ അപ്പൊ കഴിച്ചിട്ട് വരട്ടോ. ടാറ്റാ. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തതാ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം 3:30 നോമ്പ് തുറക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നോമ്പ് തുറക്കാനല്ല, നോമ്പിൻ്റെ സ്പെഷ്യൽ കടികൾ ഇങ്ങനെ ഓൺ ഗോയിങ് ആണ് കിച്ചണിൽ. ആമാ എന്താണ് സ്പെഷ്യൽ? ഇത് നമ്മൾ കാണാത്തൊരു സാധനമാണല്ലോ. എന്താണ് പറഞ്ഞു കൊടുക്ക്. ചെറിയ കടുമ്പ് പോലെ അല്ലേ? കടുമ്പ് എന്ന് പറഞ്ഞാൽ അറിയിക്കാറില്ല. ഇവിടുത്തെ കാസർഗോഡ് ഫേമസ് ആണ്. ചിക്കൻക്ക് ഇതിടല്ലേ? കോഴി എന്താണ് പേര്? നമ്മള് കടുമ്പ് എന്ന് അറിയോ? ഇതിവിടെ കാസർഗോഡ് കോഴിക്കടുമ്പ്. അപ്പൊ നിങ്ങളോടൊക്കെ എന്താ പറയാ കമന്റ് ചെയ്യട്ടാ. പിന്നെ ഇതിന്റെ വലുതൊക്കെ എല്ലാരും കഴിച്ചിട്ടുണ്ടാവും മിക്കത്. കുറച്ചൊക്കെ വലിയ സൈസില്. ഇത് വേറൊരു ടൈപ്പ് ചെറുതാക്കിയിട്ട് അല്ലേ? ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചാൽ എങ്ങനെയാണ് എന്നൊക്കെ അല്ലേ? അപ്പൊ അങ്ങനെ നോമ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഗായ്സ്. എന്തൊക്കെയാണ് ഹാല്? നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തോ? എല്ലാരും ഇങ്ങനെ അങ്ങനല്ലേ നോമ്പ് ലാസ്റ്റ് ആവാനായില്ല അമ്മ? ലാസ്റ്റത്തെ 10 ആവാനായി. അപ്പോൾ അവിടെ മാമ ഇങ്ങനെ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ച് 1-2 പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് റെഡി ആയിട്ട് ഇനി കാണട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ചെറുതായി മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്.
നല്ല തണുപ്പും നോമ്പ് തുറക്കാനായി. ഞാനങ്ങനെ തുറക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല ലേറ്റായി. ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 10 മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരെ വീട്ടിൽ പോട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, വീട്ടിലെത്തിയപ്പം ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോമ്പിൻ്റെ ക്ഷീണം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗായ്സ്. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? വെട്ടിയിട്ട വായത്തണ്ട് പോലെ. അശി എണീക്ക, അശി അശി 6:35 മാമ കണ്ടോ? മാമൻ്റെ മോൻ ക്ഷീണിച്ചുറങ്ങണത്. രാത്രി കോഴിക്കോടും ഒക്കെ കറങ്ങി നടന്നിട്ടേ. അപ്പോൾ നമ്മൾ എന്താ ഇത് മാമൻ്റെ സ്പെഷ്യൽ അവിടെ ഇതല്ല, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ എന്താണ് കോഴിക്കടുമ്പ് റെഡി. ഓ മാഷാല്ലാ. ഓ കാണുമ്പോൾ തന്നെ യമ്മിയാണല്ലോ. ഓ ഇത് കണ്ടോ? ആ കടുമ്പ് ചിക്കൻ കറിക്ക് വേറൊരു ഇതിലല്ലേ. അപ്പം നമുക്ക് കറി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? എല്ലായിടത്തും ഇത് ഞാൻ പൊതുവേ നമ്മുടെ നാട്ടിലൊന്നും അധികം ആരും കഴിക്കണ കണ്ടിട്ടില്ല അല്ലേ അമ്മ? ഈവൻ ഹോട്ടലുകൾ പോലും കാണില്ല. അപ്പം ഞങ്ങളപ്പം നോമ്പൊക്കെ തുറക്കാനെല്ലാം സെറ്റാക്കി വെച്ചിക്കണ്. അപ്പം ഞങ്ങളിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ അപ്പ? യെസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിനെന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അതിനെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാൻ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ മാമ പിന്നിടും അടുത്ത വ്ളോഗിൽ. അപ്പോൾ ഓക്കെ. അപ്പം സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.